Hi friends, നമ്മുടെ പ്ലസ് 2 ലെ മെട്രിക്സിനകത്ത് ഒരു ഭാഗം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ചെറിയ ഭാഗം ഇന്ന് വീഡിയോ എടുത്തിരുന്നു. മറ്റൊന്നുമല്ല, മെട്രിക്സ് വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 12-13 മാർക്കോളം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. രണ്ട് രീതിയിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. മെട്രിക്സ് മെത്തഡിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, എന്നാൽ എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എന്നാൽ പല കുട്ടികൾക്കും എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസം നേരിടുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക് മാത്രം എലമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് പറയുന്നു, നിങ്ങളുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം എന്നുകൂടി ആദ്യമേ ഓർപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനൊരു മെട്രിക്സ് എഴുതുകയാണ്. A is equal to matrix 2, 3 and 5, 4. ഒരു 2x2 ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് A into A inverse is equal to I, ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് നമുക്ക് തരുന്ന എയും നമ്മൾ കണ്ടുപിടിക്കുന്ന ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ഓക്കെ, നമ്മൾ ഈ രീതിയിൽ ഈ ഒരു തിയറത്തിൽ നിന്നുമാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് എഴുതുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഞാൻ എഴുതുന്നു A is equal to I into A. അതായത് ഒരു മെട്രിക്സും അതിൻ്റെ ഐഡന്റിറ്റി മെട്രിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലായ്പ്പോഴും അതേ മെട്രിക്സ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ആ ഒരു റൂളാണ് നമ്മളിവിടെ ആദ്യം ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ലക്ഷ്യം, നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി കൊടുക്കുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. A is equal to 2, 3 and 5, 4 is equal to I. I എന്ന് പറയുന്നത് ഓർഡർ 2 ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 1, 0 and 0, 1. ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. ദെൻ എ, അത് നമുക്ക് എഴുതി കൊടുത്താൽ മതി. നമുക്ക് എ എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി ഒരു എ നമ്മൾ അങ്ങോട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഐഡന്റിറ്റി മെട്രിക്സ് ഇപ്പുറത്ത് വരണം. അതായത് 1, 0, 0, 1 എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള എലമെന്ററി ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യണം. നമുക്ക് വെറുതെ അങ്ങോട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ഈ മെട്രിക്സ് ഇതുപോലെ ഇവിടെ വരണം എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത് 1 ആകണം, 3 എന്ന് പറയുന്നത് 0 ആകണം, 4 എന്ന് പറയുന്നത് 1 ആകണം, 5 എന്ന് പറയുന്നത് 0 ആകണം. ഇത്രയും ചേഞ്ചസ് നമ്മൾ വരുത്തണം. അപ്പൊ ലെഫ്റ്റിൽ എന്ത് ചേഞ്ചസ് വരുത്തുന്നോ അത് റൈറ്റിൽ നമ്മൾ വരുത്തിയിരിക്കണം. അതാണ് എലമെന്ററി ഓപ്പറേഷന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റ് 1 ആക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് എലമെന്റ് 1 ആകണമെങ്കിൽ ഏത് എലമെന്റ് ആണോ 1 ആകേണ്ടത് ആ എലമെന്റ് കൊണ്ട് ആ റോയിനെ മുഴുവനും ഡിവൈഡ് ചെയ്യണം. ലെഫ്റ്റിലും റൈറ്റിലുമുള്ള എലമെന്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 ആക്കാനുള്ള മാർഗ്ഗം ഇത്രയേ ഉള്ളൂ. ഏത് എലമെന്റ് ആണോ 1 ആകേണ്ടത് ആ എലമെന്റ് കൊണ്ട് മെട്രിക്സിന്റെ ആ റോയിനെ മുഴുവനും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയിലെ എലമെന്റ് ആണ് 1 ആകേണ്ടത്. അപ്പോൾ ഞാൻ എഴുതുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് റോ ചേഞ്ചസ് ബൈ ഫസ്റ്റ് റോ ഡിവൈഡഡ് ബൈ 2. അല്ലേ? ഫസ്റ്റ് റോവിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/2, ആൻസർ ഈസ് 1. ദെൻ 3/2, അത് 3/2 തന്നെ എഴുതി വെക്കണം. ഓക്കെ, റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ചെയ്യണം. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് റോയിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 divided by 2, that is 1/2. then 0 divided by 2 is 0. then into A എഴുതി, ബാക്കി റോ അതുപോലെ എഴുതുന്നു. 0, 1. ഇവിടുത്തെ റോ എന്ന് പറയുന്നത് 5, 4. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എലമെന്റ് നമ്മൾ 1 ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് നേരെ താഴെയുള്ള എലമെന്റ്സ് 0 ആക്കണം. ഇവിടെ ആകെ ഒരു എലമെന്റേ ഉള്ളൂ, 5. അപ്പോൾ 5 എന്ന് പറയുന്ന എലമെന്റ് 0 ആക്കണം. അപ്പോൾ 0 ആക്കാനുള്ള മാർഗം, ഏത് എലമെന്റ് ആണോ 0 ആകേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. മനസ്സിലാവുന്ന വിചാരിക്കുന്നു. അപ്പോൾ 5 ആണ് നമുക്കിവിടെ 0 ആകേണ്ടത്. അത് സെക്കൻഡ് റോയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് റോയ്ക്കാണ്
നമ്മൾ ചേഞ്ച് വരുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ 0 ആക്കേണ്ട സ്റ്റെപ്പിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് റോയിലാണ് ചേഞ്ച് വരുത്തുന്നതെങ്കിൽ സെക്കൻഡ് റോ പ്ലസ് എന്ന് നമുക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ എല്ലാ 0 ആക്കേണ്ട കേസിലും ഇങ്ങനെയാണ്. ഏത് റോയിലാണോ 0 ആകേണ്ടത് ദാറ്റ് റോ പ്ലസ്. ഇനി ഏത് എലമെന്റ് ആണ് 0 ആകേണ്ടത്? 5 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, ദാറ്റ് ഈസ് -5. നമ്മൾ എന്നിട്ട് 1 ആക്കിയ റോ ഉണ്ട്, അതിനോടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് R1. ഇതാണ് ഇതിന്റെ ഈ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മൾ പരിചയപ്പെട്ടാൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം സെക്കൻഡ് റോയിലെ എലമെന്റ് 0 ആകും. അപ്പോൾ 0 ആകേണ്ട എലമെന്റ് സെക്കൻഡ് റോ ആയതുകൊണ്ട് സെക്കൻഡ് റോ ചേഞ്ചസ് ബൈ സെക്കൻഡ് റോ പ്ലസ്. ഇനി ഫസ്റ്റ് റോയിൽ 0 ആണെങ്കിൽ ഫസ്റ്റ് റോ ചേഞ്ചസ് ബൈ ഫസ്റ്റ് റോ പ്ലസ്. അങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പോൾ R2 ചേഞ്ചസ് ബൈ R2 പ്ലസ്. ഇനി 5 ആണ് 0 ആകേണ്ടത്, അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക, അപ്പോൾ -5 then R1. ഇനി നമ്മൾ R2നാണ് വ്യത്യാസം വരുന്നത്, അതുകൊണ്ട് നമുക്ക് R1ന് നമുക്ക് വ്യത്യാസം ഇല്ല. അപ്പോൾ നമ്മൾ R1 അതുപോലെ തന്നെ എഴുതണം. ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഫസ്റ്റ് റോ അതുപോലെ എഴുതും, ദാറ്റ് ഈസ് 1 3/2. അതിന് വ്യത്യാസമൊന്നുമില്ല. റൈറ്റ് സൈഡിലെയും ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല, ദാറ്റ് ഈസ് 1/2 0 into A. നമ്മൾ ഫസ്റ്റ് റോ അതുപോലെ അങ്ങോട്ട് എഴുതി. ഇനി സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് നമ്മൾ വരുത്തണം. എങ്ങനെയാണ്? സെക്കൻഡ് റോ ചേഞ്ചസ് ബൈ സെക്കൻഡ് റോ. അപ്പോൾ ഇത് ഈ ഇക്വേഷനകത്തോട്ട് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? R2. അപ്പോൾ നമ്മൾ ഏത് എലമെന്റ് 0 ആക്കാൻ പോകുന്നത്? ഇതാണ്. അപ്പോൾ ഈ എലമെന്റ് 0 ആകണമെങ്കിൽ R2 എന്ന് പറയുന്നത് 5 എന്ന് എടുക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1 എന്ന് പറയുന്നത് 1 എടുക്കണം. അപ്പോൾ ഇവിടുത്തെ എലമെന്റ് കിട്ടാനായിട്ട് ഇതിന്റെ പുറകിലുള്ള മെട്രിക്സ് എടുത്തിട്ട് ആ R2ഉം R1ഉം എലമെന്റ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നോക്കാം, R2ന്റെ സ്ഥാനത്ത് നമുക്ക് 5 കൊടുക്കാം, ദാറ്റ് ഈസ് 5. then പ്ലസ് -5 into R1. അപ്പോൾ 5ന് തൊട്ട് മേലുള്ള R1 that is 1. അപ്പോൾ 5 - 5 ആൻസർ 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത എലമെന്റ് നമുക്ക് കിട്ടണം, ഇവിടുത്തെ എലമെന്റ് കിട്ടണം. അപ്പോൾ ഇതിന്റെ തൊട്ട് പുറകിലുള്ള ലെഫ്റ്റ് സൈഡിലെ മെട്രിക്സ് എടുക്കുക. അവിടുത്തെ R2 എന്ന് പറയുന്ന ഈ പ്രാവശ്യം 4 എടുക്കണം, that is 4 പ്ലസ് -5 into R1. അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള എലമെന്റ് R1, that is 3/2. ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 4 - 15/2. ഈ 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 - 15 divided by 2 ആൻസർ ഈസ് -7/2. അപ്പോൾ ഇവിടുത്തെ എലമെന്റ് -7/2. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലെ മെട്രിക്സ് നമുക്ക് കിട്ടണം. ഓക്കെ, റൈറ്റ് സൈഡിലെ മെട്രിക്സ് കിട്ടാൻ ഇവിടുത്തെ എലമെന്റ് കിട്ടണമെങ്കിൽ ഇതിന് പുറകിലുള്ള റൈറ്റ് സൈഡിലെ മെട്രിക്സ് എടുക്കുക. അവിടുത്തെ R1 R2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ R2ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു, ദാറ്റ് ഈസ് 0 പ്ലസ് -5 into R2 അല്ലെ R1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ദാറ്റ് ഈസ് 1/2 എന്ന് പറഞ്ഞാൽ ആൻസർ -5/2. ദിസ് ഈസ് -5/2. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് അല്ലെ, ഇവിടുത്തെ എലമെന്റ് കിട്ടണം. അപ്പോൾ ഇതിന് പുറകിലുള്ള ഇതേ മെട്രിക്സ് എടുത്ത് R2ന്റെ സ്ഥാനത്ത് 1ഉം R1ന്റെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കണം. ഓക്കെ, R2ന്റെ സ്ഥാനത്ത് 1 കൊടുത്തു, അപ്പോൾ 1 പ്ലസ് R2ന്റെ സ്ഥാനത്ത് R1ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ 5 into 0 ആയി പോകും, ആൻസർ 1 എന്ന് വരും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടി. അപ്പോൾ 1 ആയി, തൊട്ട് താഴെയുള്ള എലമെന്റ് 0 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ 1 ആക്കി, പിന്നെ അതിന് താഴെയുള്ള എലമെന്റ്സ് 0 ആക്കണം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി 1 ആക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആക്കി, അതിന് താഴോട്ടുള്ള എലമെന്റ്സ് 0 ആക്കി. ഇനി ചെയ്യേണ്ടത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് 1 ആക്കണം. ഓക്കെ, 1 ആക്കാനുള്ള മാർഗം നമ്മൾ പറഞ്ഞു. എന്താണ് 1 ആക്കാനുള്ള മാർഗം? ആ എലമെന്റ് കൊണ്ട് ആ റോയിനെ മുഴുവനും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോയിലെ എലമെന്റ് ആണ് 1 ആകേണ്ടത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് വരുത്തണം, ദാറ്റ് ഈസ് സെക്കൻഡ് റോ ചേഞ്ചസ് ബൈ സെക്കൻഡ് റോ ഡിവൈഡഡ് ബൈ -7/2 അല്ലേ? 1 ആക്കാനുള്ള മാർഗം ആ എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് റോയ്ക്കാണ് വ്യത്യാസം വരുന്നത്, ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല. ഫസ്റ്റ് റോ നമ്മൾ അതുപോലെ എഴുതി വെക്കുന്നു, ദാറ്റ് ഈസ് 1 3/2. then റൈറ്റ് സൈഡിൽ 1/2 0 into A. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ 0 ആണ്, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ 0 ആയി വരത്തുള്ളൂ. -7/2നെ -7/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 വരും. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യണം 5/2 അല്ലേ, -5/2 ഡിവൈഡഡ് ബൈ -7/2. അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും, മൈനസും മൈനസും പ്ലസ് ആകും, ആൻസർ 5 ഡിവൈഡഡ് ബൈ 7 എന്ന് നമുക്ക് ഉത്തരമുണ്ട്, ദാറ്റ് ഈസ് 5/7. ദെൻ അടുത്ത എലിമെന്റ് ഇപ്പോൾ 1നെ ഡിവൈഡ് ചെയ്യണം, 1 ഡിവൈഡഡ് ബൈ -7/2. ഇത് നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം, അപ്പോൾ 2 മേലെ പോകും, ആൻസർ -2/7 നമുക്ക്
ഉത്തരം കിട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഈ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു. അപ്പോൾ രണ്ട് എലമെന്റ് നമുക്കിപ്പോൾ 1 ആയി. ഇനി 1 ആക്കിയാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് മേലിലോ താഴെയോ ഉള്ള എലമെന്റ്സ് 0 ആക്കണം. ഓക്കെ, നമുക്ക് 1ന് മുകളിലുള്ള എലമെന്റ് 0 ആക്കണം. 3/2 അത് ഏത് റോയിലാണ്? ഫസ്റ്റ് റോയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഫസ്റ്റ് റോ ചേഞ്ചസ് ബൈ ഫസ്റ്റ് റോ പ്ലസ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഏത് എലമെന്റ് ആണ് 0 ആകേണ്ടത്? 3/2. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. ദാറ്റ് ഈസ് -3/2 ഇൻറ്റു ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസം വരുത്തിയത്, അതുകൊണ്ട് സെക്കൻഡ് റോയിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇക്വേഷൻ എഴുതി. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്ത് വാല്യൂസ് എഴുതാൻ പോകുന്നു. ഫസ്റ്റ് റോയാണ് ചേഞ്ച് ചെയ്യുന്നത്, സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമില്ല. ദാറ്റ് ഈസ് 0, 1 അതുപോലെ എഴുതി. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 5/7 ആൻഡ് -2/7 അതുപോലെ നമ്മൾ എഴുതി. ഇൻറ്റു എയും അതുപോലെ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത് നോക്കാം. ഈ എലമെന്റ് നമുക്ക് കിട്ടണം അല്ലേ? ഈ എലമെന്റ് ഒരിക്കലും വ്യത്യാസമില്ല, അത് 1 ഒരിക്കലും മാറില്ല. അതുകൊണ്ട് ഈ എലമെന്റ് എത്ര ആയി പോകും? 0 ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ. അതുകൊണ്ട് കണ്ണടച്ച് നമുക്കത് 0 എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇവിടുത്തെ ചേഞ്ചസ് വരണം. അപ്പൊ ഇവിടുത്തെ എലമെന്റ് കിട്ടാൻ ഇതിന് പുറകിലുള്ള മെട്രിക്സ് എടുത്തിട്ട് R1 R2 അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R1ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 1/2 കൊടുത്തു. ദെൻ പ്ലസ് -3/2 ഇൻറ്റു R2. R2ന്റെ സ്ഥാനത്ത് 5/7 നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് 1/2 -15/14. ഇത് സിംപ്ലിഫൈ ആണ്. ഇതിനെ കൂടെ 14 ആക്കാൻ എളുപ്പമല്ലേ? മേലിലെ താഴെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 7/14 -15/14. അപ്പോൾ ആൻസർ 7 - 15 ദാറ്റ് ഈസ് -8/14. അപ്പോൾ ഇവിടുത്തെ എലമെന്റ് ആയി -8/14 അല്ലേ? ഇനി ഈ എലമെന്റ് നമുക്ക് കിട്ടണം. ഈ എലമെന്റ് കിട്ടണമെങ്കിൽ ഇതിന് പുറകിലുള്ള R1ഉം R2ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R1ന്റെ സ്ഥാനത്ത് 0 കൊടുക്കണം. ദാറ്റ് ഈസ് 0 പ്ലസ് -3/2 ഇൻറ്റു R2. R2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2/7. ദാറ്റ് ഈസ് -2/7. 2 ക്യാൻസൽ ആയി പോകും. ദെൻ -3 ആൻഡ് -6 പ്ലസ് 3/7 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. അപ്പോൾ ഇത് I ആണ്. ഇത് I ആണെങ്കിൽ നിശ്ചയമായിട്ടും എയുടെ കൂടെ വരുന്നത് എയുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? A ഇൻവേഴ്സ് ഇൻറ്റു A എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. Therefore A ഇൻവേഴ്സ് is equal to മെട്രിക്സ് -8/14, 3/7, 5/7 and -2/7. ഇതായിരിക്കും നമ്മുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓർഡർ 3 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ഒന്ന് പരിഗണിക്കാം. നമ്മൾ കഴിഞ്ഞ കണക്ക് നമ്മൾ ഓർഡർ 2 ആണ് ചെയ്തത്, അതായത് 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ 3/3 ഓർഡറിലുള്ള മെട്രിക്സ് ഞാൻ ഈ പറഞ്ഞ രീതിയിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാനൊരു മെട്രിക്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. A is equal to 3, 4, 2, 1, 2, 3 and 2, 1, 3. നമ്മൾ തുടങ്ങുന്നത് മുമ്പത്തെ പ്രോബ്ലം തുടങ്ങിയതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്നു. എങ്ങനെ തുടങ്ങുന്നു? A is equal to I into A എന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങുന്നു. എന്നിട്ട് നമുക്ക് എയുടെ സ്ഥാനത്ത് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3, 4, 2, 1, 2, 3 and 2, 1, 3 is equal to ഐയുടെ സ്ഥാനത്ത് മെട്രിക്സ് 1, 0, 0, 0, 1, 0 and 0, 0, 1 into A. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ 2 മാറി ഓർഡർ 3 ആയപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് മാറി. 1, 0, 0, 0, 1, 0 and 0, 0, 1. ഓക്കെ, ഈ മെട്രിക്സ് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. അതായത് ഈ 3 എന്ന് പറയുന്നത് 1 ആകുമ്പോൾ അതിന് താഴോട്ടുള്ള രണ്ട് എലമെന്റും 0 ആണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് റോ ചേഞ്ചസ് ബൈ ഫസ്റ്റ് റോ ഡിവൈഡഡ് ബൈ 3 അല്ലേ? ഫസ്റ്റ് റോയിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോയ്ക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി രണ്ട് റോകൾക്കും വ്യത്യാസമില്ല. അപ്പോൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1 വരും. ഇത് 4/3 എന്ന് വരും. ഇത് 2/3 എന്ന് വരും. ഇതുപോലെ തന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. 1നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 വരും. ബാക്കി രണ്ട് എലമെന്റും 0 ആണ്. ഇൻറ്റു A. ഇനി ആ എലമെന്റ്സ് എല്ലാം അതുപോലെ എഴുതുന്നു. ദെൻ 0, 0, 1. ഇവിടുത്തെ സെക്കൻഡ് റോ 1, 2, 3 ആണ്. 2, 1, 3 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 1ന് നേരെ താഴെയുള്ള രണ്ട് എലമെന്റും 0 ആക്കണം അല്ലേ? ഈ 1ന് തൊട്ട് താഴെയുള്ള എലമെന്റ്സ് 0 ആക്കണം. അപ്പോൾ സെക്കൻഡ് റോയ്ക്കും ചേഞ്ച് വരുത്തണം, തേർഡ് റോയ്ക്കും ചേഞ്ച് വരുത്തണം. അതാണ് ഓർഡർ 3യുടെ പ്രത്യേകത. ഓർഡർ 3ക്ക് ഒരേ സമയം രണ്ട് ചേഞ്ചസ് നമ്മൾ വരുത്തണം അല്ലെ? രണ്ട് മെട്രിക്സുകൾ 0 ആകണം. അപ്പോൾ ഇവിടെ 1ഉം 2ഉം നമുക്ക് 0 ആകാനായിട്ട് R2 ചേഞ്ചസ് ബൈ R2 പ്ലസ് അല്ലെ? R2 ചേഞ്ചസ് ബൈ R2 പ്ലസ് ഏത് എലമെന്റ് 0 ആണത്? 1 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് -1 ഇൻറ്റു
R1. അതുപോലെ തന്നെ R3 ചേഞ്ചസ് ബൈ അല്ലെ R3 ചേഞ്ചസ് ബൈ R3 പ്ലസ് അത് രണ്ടാണ് 0 ആണത്. അപ്പൊ -2 ഇൻറ്റു R1. എപ്പോഴും നമ്മൾ പെർമനന്റ് ആയിട്ട് നടത്തുന്നത് 1 ആയ റോ ആണ്. ഓക്കെ, അപ്പോൾ R2നും R3ക്കും വ്യത്യാസം വരുത്തണം, R1ന് വ്യത്യാസം ഇല്ല. അപ്പോൾ നമ്മൾ R1ന് വ്യത്യാസം വരുത്താതെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലെയും R1 എഴുതുന്നു. 1 4/3 ആൻഡ് 2/3. ഇത് R1 ആണ്. then R2നും R3ക്കും നമുക്ക് വ്യത്യാസം വരുത്തി എഴുതാം. അത് ഞാൻ ബ്ലാങ്ക് ആയിട്ട് എഴുതുന്നു. അടുത്ത റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ R1ന് വ്യത്യാസമില്ല. R1 അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതുന്നു അല്ലേ. R1 എന്ന് പറഞ്ഞാൽ 1/3. ദാറ്റ് ഈസ് 1/3 0 and 0. then അടുത്തത് നമ്മൾ എഴുതുന്നില്ല, നമ്മൾ ചേഞ്ചസ് വരുത്തി വേണം എഴുതാനായിട്ട്. അങ്ങനെയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ എലമെന്റ് നമുക്ക് കിട്ടണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എടുക്കണം. R2ലെ ഇക്വേഷനകത്തോട്ട് R2 R1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഇതിന്റെ പുറകിലുള്ള മെട്രിക്സ് എടുത്തിട്ട് അതിന് R2 R1 അല്ലേ, ഇതാണ് R2 ഇത് R1, ഈ രണ്ട് എലമെന്റ് ഈ ഇക്വേഷനകത്തോട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ എത്ര വരും? 0 എന്ന് വരും. ഇനി അടുത്തത് ഈ രണ്ട് വാല്യൂസ് 4/3 2 R2നും R1നും പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R2ന്റെ സ്ഥാനത്ത് 2 കൊടുത്തു, then -1 ഇൻറ്റു അല്ലേ R1 എന്ന് പറയുന്നത് 4/3. അപ്പൊ ഇത് ആൻസർ 2 - 4/3. 2 - 4/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 - 4/3. ആൻസർ ഈസ് 2/3. അപ്പൊ ഇത് 2/3 എന്ന ഉത്തരമായി. ഓക്കെ, ഒരെണ്ണമായി. അടുത്തത് ഈ രണ്ട് വാല്യൂസ് R2നും R1നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R2ന്റെ സ്ഥാനത്ത് 3 കൊടുക്കണം. അപ്പൊ 3 - 1 ഇൻറ്റു R1 എന്ന് പറയുന്നത് 2/3. അപ്പൊ ഇത് എന്ത് വരും? 3 - 2/3 എന്ന് പറഞ്ഞാൽ ആൻസർ 9 - 2/3. ആൻസർ ഈസ് 7/3. അപ്പൊ ഈ എലമെന്റും കിട്ടി, നമുക്ക് 7/3 എന്നായി. ഇപ്പൊ ലെഫ്റ്റ് സൈഡിലെ സെക്കൻഡ് റോ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ സെക്കൻഡ് റോ അല്ലെങ്കിൽ തേർഡ് റോ കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡിൽ തന്നെ തേർഡ് റോ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ തേർഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇതിന് തൊട്ട് പുറകുള്ള മെട്രിക്സ് എടുക്കുക അല്ലെ. ഈ എലമെന്റ് എടുത്തിട്ട് ഇത് R3യും ഇത് R1 അല്ലെ. R2 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ R3 R1 ഈ എലമെന്റ് എടുക്കുമ്പോൾ ഇവിടെ 0 വരത്തുള്ളൂ. നമ്മൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വേഷൻ. ഓക്കെ, അടുത്ത് ചെയ്യുമ്പോൾ 4/3യും 1ഉം എടുത്തിട്ട് ഇവിടെ കൊടുക്കണം. R3യുടെ സ്ഥാനത്ത് 1 കൊടുക്കണം. ദാറ്റ് ഈസ് 1 - 2 ഇൻറ്റു R1ന്റെ സ്ഥാനത്ത് 4/3 കൊടുക്കണം. അപ്പൊ ആൻസർ 1 - 8/3 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 3 - 8/3. ആൻസർ ഈസ് -5/3. ഓക്കെ, ഇത് -5/3 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് എലിമെന്റ് ഇവിടെ കൊടുക്കണം. R3യുടെ സ്ഥാനത്ത് 3 കൊടുക്കുന്നു. അപ്പൊ 3 - 2 ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ 2/3 is equal to 3 - 4/3 എന്ന് പറഞ്ഞാൽ 9 - 4/3 is equal to 5/3. അപ്പൊ ഈ എലിമെന്റ് നമുക്ക് കിട്ടി 5/3 എന്ന് കിട്ടി. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ ചേഞ്ചസ് എല്ലാം വരുത്തി. ഇനി റൈറ്റ് സൈഡിൽ ചേഞ്ചസ് വരുത്തണം അല്ലേ. ഇപ്പൊ സെക്കൻഡ് റോ ആണ്. ഇപ്പൊ സെക്കൻഡ് റോയ്ക്ക് വീണ്ടും ഈ ഇക്വേഷൻ എടുക്കുന്നു. അപ്പോൾ R2വും R1 എടുക്കുന്ന റൈറ്റ് സൈഡിലാണ്. ഇത് രണ്ടും എടുക്കണം. ഇത് രണ്ടും എടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R2ന്റെ സ്ഥാനത്ത് 0 എടുക്കണം. അപ്പൊ 0 then -1 ഇൻറ്റു R1 എന്ന് പറയുന്നത് 1/3. അപ്പൊ ആൻസർ -1/3 എന്ന് വരും. അപ്പൊ ഇത് -1/3. ഓക്കെ, രണ്ടാമത്തെ കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ കൊടുക്കുന്നു. R2ന് 1 കൊടുക്കുന്നു. 1 + -1 ഇൻറ്റു 0. അതായത് 0 ആയിപ്പോയാൽ വീണ്ടും അത് 1 തന്നെ വരത്തുള്ളൂ. ഓക്കെ, ഇത് രണ്ടും 0 ആണ്. ആ 0 രണ്ടും ഇവിടെ കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം വരത്തില്ല. ഇത് വീണ്ടും 0 തന്നെ വരും. ഓക്കെ, R3 നമ്മൾ R3 ചേഞ്ചസ് ചെയ്യണം. R3ക്ക് വേണ്ടത് R3യും R1ഉം. അപ്പൊ ഇത് രണ്ടും എടുക്കണം. R1ന് 1/3യും R3ക്ക് 0യും കൊടുക്കണം. അപ്പൊ 0 ഇവിടെ കൊടുക്കുന്നു. 0 - 2 ഇൻറ്റു R1 ഈസ് 1/3. അപ്പൊ ആൻസർ -2/3 എന്ന് ഉത്തരം. ദാറ്റ് ഈസ് -2/3. ദെൻ അടുത്ത എലിമെന്റ് ഇത് രണ്ടും 0 ആണ്. ഇപ്പൊ കൊടുക്കുമ്പോൾ ആൻസർ 0 തന്നെ വരത്തുള്ളൂ. അടുത്തത് 0യും 1ഉം ആണ്. R3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 + -2 ഇൻറ്റു 0 എന്ന് പറയുന്ന ആൻസർ 1 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് 1 ആയി. അതിന് താഴോട്ടുള്ള എലിമെന്റ്സ് മുഴുവനും 0 ആയി. ഇനി രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലിമെന്റ് 1 ആകണം. അപ്പൊ ഏത് റോയ്ക്ക് വ്യത്യാസം വരുത്തണം? സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസം വരും. ദാറ്റ് ഈസ് സെക്കൻഡ് റോ ചേഞ്ചസ് ബൈ സെക്കൻഡ് റോ ഡിവൈഡഡ് ബൈ 2/3. ഇതാണ് നമ്മൾ വരുത്താൻ പോകുന്ന ചേഞ്ച്. രണ്ട് സ്ഥലത്തും വരുത്തണം. അപ്പോൾ
അപ്പോൾ ഒരുമിച്ച് നമ്മൾ വണ്ണാക്കാൻ ശ്രമിക്കരുത്. എങ്ങനെ? ഇവിടെ വണ്ണാക്കി ഇവിടെ വണ്ണാക്കാൻ ശ്രമിക്കരുത്. ഓരോ റോയിലും നമ്മൾ വണ്ണാക്കുക, അതിന് മുകളിലും താഴെയുള്ള എലമെന്റ് 0 ആക്കുക. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ R2 ചേഞ്ചസ് ബൈ R2 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ R1ന് വ്യത്യാസമില്ല. R1 അതുപോലെ എഴുതി 1 4/3 2/3. ദെൻ R2ന് വ്യത്യാസം വരുത്തണം, അതുകൊണ്ട് ഇപ്പോൾ എഴുതുന്നില്ല. R3 അതുപോലെ തന്നെ എഴുതുന്നത് 0 മൈനസ് 5/3 ആൻഡ് 5/3. ഇതിന് വ്യത്യാസം ഒന്നുമില്ല. ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. 3 എലമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ R1 1/3 0 അതുപോലെ എഴുതി. R2 നമുക്ക് കണ്ടുപിടിക്കണം. R3 എന്ന് പറയുന്നത് മൈനസ് 2/3 0 1 എഴുതിയിട്ട് നമ്മൾ A എന്ന് കൊടുക്കും. അപ്പോൾ ഇനി ഇത് ഡിവൈഡ് ചെയ്ത് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ 0 ഡിവൈഡ് ചെയ്താൽ ആൻസർ എപ്പോഴും എത്ര വരത്തുള്ളൂ? അത് 0 തന്നെയാണ്. ഓക്കെ, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 വരും. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 7/3 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ 3യും 3യും ക്യാൻസൽ ആയി പോയിട്ട് ആൻസർ 7/2. ദെൻ ഇവിടെ നമ്മൾ ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട റൈറ്റ് സൈഡ് 1/3 മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 2/3. 3യും 3യും ക്യാൻസൽ ആയി പോകും. ആൻസർ മൈനസ് 1/2. ഇത് മൈനസ് 1/2. ഇത് 1നെ ഡിവൈഡ് ചെയ്യണം. 1 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. 3 ന്യൂമറേറ്റർ വരും. അപ്പോൾ ഇത് 3/2 എന്ന് വരും. ഓക്കെ, അടുത്തത് 0നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര തന്നെ വരും? 0. അപ്പോൾ ആ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് 1 ആക്കി. ഇത് 1 ആക്കിയാൽ അതിന് മുകളിലും താഴെയുമുള്ള എലമെന്റ്സ് 0 ആക്കണം. അപ്പോൾ ഏത് റോയ്ക്ക് വ്യത്യാസം വരുത്തണം? R1നും വ്യത്യാസം വരുത്തണം, R3ക്കും വ്യത്യാസം വരുത്തണം. എങ്ങനെ വ്യത്യാസം വരുത്തും? R1 ചേഞ്ചസ് ബൈ R1 പ്ലസ് ഏത് എലമെന്റ് ആണ് 0 ആകേണ്ടത്? ഇതിന് നേരെ മുകളിലുള്ള എലമെന്റ് ആണ്. അപ്പോൾ 4/3യുടെ സൈൻ മാറ്റി മൈനസ് 4/3 R2 അല്ലേ? നമുക്ക് ചേഞ്ചസ് വരാത്ത റോ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പിൽ R2 ആണ്. ഓക്കെ, R3ക്ക് എങ്ങനെ ചേഞ്ച് വരുത്തും? R3 ചേഞ്ചസ് ബൈ R3 പ്ലസ് R3യിലെ ഈ എലമെന്റ് ആണ് 0 ആകുന്നത്. അതിന്റെ സൈൻ മാറ്റി എടുക്കുമ്പോൾ 5/3 R2. അപ്പോൾ ഇത്രയും ചേഞ്ചസ് നമ്മളിവിടെ വരുത്താൻ പോവാണ്. R1ഉം R3ക്കും വ്യത്യാസം വരുത്തണം. ഓക്കെ, അപ്പോൾ R2ന് വ്യത്യാസമില്ല. അതുപോലെ എഴുതും 0 1 7/2. സെക്കൻഡ് റോയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല. റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ സെക്കൻഡ് റോ അങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കും. ദാറ്റ് ഈസ് മൈനസ് 1/2 3/2 ആൻഡ് 0 ഇൻറ്റു A. ഇനി നമ്മൾ ചേഞ്ചസ് വരുത്താൻ പോവാണ്. ഇവിടുത്തെ എലമെന്റ് കിട്ടാൻ ഈ രണ്ട് എലമെന്റ് അല്ലേ, R1 R2, ഈ രണ്ട് എലമെന്റ് ഇങ്ങോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ആൻസർ അത് 1 വരത്തുള്ളൂ. ഇവിടെ വരുന്നത് 0 ആണ് അല്ലേ? അങ്ങനെ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇത് മാത്രം നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? 2/3യും 7/2 ഇവിടെ കൊടുക്കണം. R1ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2/3 കൊടുത്തു. 2/3 then മൈനസ് 4/3 ഇൻറ്റു R2. R2 എന്ന് പറയുന്ന ആൻസർ 1 ആണ് അല്ലേ? R2 അല്ലേ? സോറി 7/2 ആണ്. അപ്പോൾ 7/2 നമ്മൾ കൊടുത്തു. അപ്പോൾ എന്ത് വരും? 2/3 മൈനസ് 28/6 എന്ന് വരും. ഓക്കെ, ഇതിനെ കൂടെ നമുക്ക് 6 അങ്ങനെ മേലിന് താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് 4 മൈനസ് 28/6 എന്ന് പറഞ്ഞ ആൻസർ മൈനസ് 24/6 ദാറ്റ് ഈസ് മൈനസ് 4 അല്ലേ? അപ്പോൾ ഇത് മൈനസ് 4 നമുക്ക് ഉത്തരം കിട്ടി. ഇനി അടുത്ത എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. അത് R3യിലാണ് വ്യത്യാസം വരുത്താൻ പോകുന്നത്. ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ എലമെന്റ് ആൻസർ എത്രയാ? അത് 0 വരത്തുള്ളൂ അല്ലേ? അടുത്ത എലമെന്റ് എത്ര വരും? 0 വരും. നമ്മൾ 0 വരത്തക്ക രീതിയിലാണ് ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇവിടുത്തെ എലമെന്റ് കിട്ടാനായിട്ട് R3 R2 ഈ രണ്ട് എലമെന്റ് ആണ് അല്ലേ? ഈ രണ്ട് എലമെന്റ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R3ന്റെ സ്ഥാനത്ത് 5/3 കൊടുത്തു. 5/3 then പ്ലസ് 5/3 ഇൻറ്റു R2 എന്ന് പറയുന്നത് 7/2. ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 5/3 പ്ലസ് 7 35/6 അല്ലേ? ഇവിടെ 6 ആകാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ 10 വരും. 10 35 45/6 ഉത്തരം കിട്ടും. 45/6 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡായി. ഇനി റൈറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യണം. ഈ 3 എലമെന്റ്സ് കിട്ടാനായിട്ട് ഇത് രണ്ടും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ R1ന്റെ സ്ഥാനത്ത് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. R1 എന്ന് പറയുന്നത് 1/3 ദാറ്റ് ഈസ് 1/3 മൈനസ് 4/3 ഇൻറ്റു R2 ഈസ് മൈനസ് 1/2. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 1/3 പ്ലസ് 4/6 അല്ലേ? ഇത് 6 ആകാതെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് 2 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6 ആൻസർ 1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ എലമെന്റ് കിട്ടാനായിട്ട് ഈ രണ്ട് എലമെന്റ് ഇവിടെ കൊടുക്കണം. R1 0 കൊടുത്തു. ഓക്കെ, അത് 0 ആയി പോയി. ദാറ്റ് ഈസ് 0
പ്ലസ് മൈനസ് 4/3 ഇൻറ്റു R2. R2 എന്ന് പറയുന്നത് എത്രയാണ്? 3/2. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം 2, ദാറ്റ് ഈസ് മൈനസ് 6/3. ഇത് കട്ട് ചെയ്ത് പോകും, ആൻസർ മൈനസ് 2 തരം കിട്ടും. ഇനി ഈ എലമെന്റ് കിട്ടാനായിട്ട് 0യും 0യും ആണ്, അത് കൊടുക്കുമ്പോൾ ആൻസർ എത്രയേ വരത്തുള്ളൂ? 0യെ വരത്തുള്ളൂ. ഇനി R3 ചേഞ്ച് ചെയ്യണം. R3 ചേഞ്ച് ചെയ്യാനായിട്ട് R3യും R2 എടുക്കണം. അപ്പോൾ ഇത് രണ്ടും എടുക്കുന്നത്, ഈ രണ്ട് എലമെന്റ് ഈ ഇക്വേഷനകത്തോട്ട് നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ് അല്ലേ. R3യുടെ സ്ഥാനത്ത് മൈനസ് 2/3 കൊടുത്തു, ദെൻ പ്ലസ് 5/3 ഇൻറ്റു R2 എന്ന് പറയുന്നത് മൈനസ് 1/2. അപ്പോൾ ഇവിടെ മൈനസ് 2/3 മൈനസ് 5/6 അല്ലേ. അപ്പോൾ 6 ആകും 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 4 മൈനസ് 4 മൈനസ് 5 ദാറ്റ് ഈസ് മൈനസ് 9/6. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ മൈനസ് 3/2 എന്ന ഉത്തരം, ദാറ്റ് ഈസ് മൈനസ് 3/2 ഇസ് ദ ഫസ്റ്റ് എലമെന്റ്. ദെൻ അടുത്തത് ഈ എലമെന്റ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ R2ന്റെ സ്ഥാനത്ത് R3ക്ക് 0 കൊടുക്കും, ദാറ്റ് ഈസ് 0 പ്ലസ് 5/3 ഇൻറ്റു R2 എന്ന് പറയുന്നത് 3/2. ഇവിടെ 3 ക്യാൻസൽ ആയി പോകും, ആൻസർ 5/2. അപ്പോൾ ഇത് 5/2. ദെൻ മൂന്നാമത്തെ, അപ്പോൾ ഈ എലമെന്റ് കിട്ടാൻ 0യും 1 കൊടുക്കുന്നു, R3ക്ക് 1 കൊടുക്കുന്നു, R2 0 ആണ്, അപ്പോൾ ആൻസർ 1 വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പ് അല്ലേ, ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഇത് 1 ആക്കി, ഇവിടെ 0 ആക്കി, ഇത് 1 ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് 0 ആക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് 1 ആക്കുക. തേർഡ് റോയിലെ 45/6 എന്ന് പറയുന്നത് 1 ആക്കണം. അപ്പോൾ 45/6 വേണമെങ്കിൽ നമുക്ക് 45/6നെ ഒന്ന് ചെറുതാക്കാം, നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 15/2 നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒന്ന് സോൾവ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്, ഈ 15/2 എന്ന് പറയുന്ന എലമെന്റ് 1 ആണ്. അപ്പോൾ ഈ തേർഡ് റോയിനെ മുഴുവനും 15/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് തേർഡ് റോ ചേഞ്ചസ് ബൈ തേർഡ് റോ ഡിവൈഡഡ് ബൈ 15/2. ഓക്കെ, 15/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ എലമെന്റ്സിനൊന്നും വ്യത്യാസമില്ല. ഫസ്റ്റ് റോ ഒക്കെ അതുപോലെ തന്നെ വരും, ദാറ്റ് ഈസ് 0 അല്ലേ, 0 1 0 minus 4, then 0 1 7/2, then last row ചേഞ്ച് ചെയ്യണം. നമ്മൾ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ചേഞ്ചസ് വരുത്താൻ പോകുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ ചേഞ്ച് വരുത്തുന്നത് എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ തേർഡ് റോയ്ക്കും അവിടെ അതുപോലെ നിർത്തിയിട്ട് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അതുപോലെ തന്നെ എഴുതി കൊടുക്കും. ദാറ്റ് ഈസ് 1 minus 2 0, then minus 1/2 3/2 0, then അടുത്തത് മൈനസ് അപ്പോൾ ഇൻറ്റു എ. ഇനി നമ്മൾ തേർഡ് റോയ്ക്ക് വ്യത്യാസം വരുത്താൻ പോവാം. തേർഡ് റോ എങ്ങനെയാണ്? R3 ഡിവൈഡ് ബൈ 15/3. അപ്പോൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ ഒരു വ്യത്യാസം കൂടാതെ 0 0 വരും, ഇത് 1 ആവും. ഓക്കെ, ഇവിടെ അതുപോലെ ഡിവൈഡ് ചെയ്യണം 3/2നെ അല്ലേ, മൈനസ് 3/2 ഡിവൈഡഡ് ബൈ 15/2. അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും, ആൻസർ മൈനസ് 3/15. അത് വീണ്ടും ചെറുതാക്കിയാൽ മൈനസ് 1/5 നമുക്ക് ആൻസർ ആകും. ദിസ് ഈസ് മൈനസ് 1/5. ദെൻ അടുത്തത് 5/2 ആണ്. അപ്പോൾ 5/2 ഡിവൈഡഡ് ബൈ 15/2. അപ്പോൾ 2 ക്യാൻസൽ ആയി പോകും. ദെൻ 5 ഡിവൈഡഡ് ബൈ 15, ആൻസർ ഈസ് 1/3. ഇത് 1/3 എന്നായിട്ട് മാറും. അടുത്തത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 15/2 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് 2/15 നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞ് നമ്മൾ ആൻസറിലേക്ക് വരികയാണ്. ഇനി നമ്മൾ ചേഞ്ചസ് വരുത്താൻ പോകുന്നത് ഇവിടെ 1 ആയി, ഇതിന് മേളിലുള്ള ഈ രണ്ട് എലമെന്റ്സ് 0 ആക്കിയാൽ നമ്മുടെ ഉത്തരമായി. അപ്പോൾ ഇത് 0 ആക്കണം. സെക്കൻഡ് റോയ്ക്കും ഫസ്റ്റ് റോയ്ക്കും വ്യത്യാസം വരുത്തണം. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ചേഞ്ചസ് ബൈ ഫസ്റ്റ് റോ പ്ലസ് ഏത് എലമെന്റ് ആണ് 0 ആവേണ്ടത്? -4 ആണ്. അപ്പോൾ അതിന്റെ സൈൻ മാറ്റുമ്പോൾ 4. ദെൻ നമ്മൾ നിർത്തുന്ന എലമെന്റ് റോ എന്ന് പറയുന്നത് തേർഡ് റോ ആണ്, ദാറ്റ് ഈസ് 4R3. അതുപോലെ തന്നെ R2 ചേഞ്ച് ചെയ്യണം. R2 ചേഞ്ചസ് ബൈ R2 പ്ലസ് -7/2 R3. അപ്പോൾ R1നും R2നും വ്യത്യാസം വരുത്തുന്നു, R3ക്ക് വീണ്ടും വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എഴുതുന്നു R3 അതുപോലെ എഴുതി വെക്കുന്നു. ദാറ്റ് ഈസ് 0 0 1. റൈറ്റ് സൈഡിലെ R3 എന്ന് പറയുന്നത് -1/5 1/3 2/15 നമ്മൾ ഇതുപോലെ എഴുതി ഇൻറ്റു എ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ R1ഉം R3യുമാണ് വ്യത്യാസം വരുത്താൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡ് വളരെ എളുപ്പമാണ്. 1 0 0 0 1 0 ഇതിങ്ങനെ വരത്തക്ക രീതിയിലാണ് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, ഇവിടെ R1 വ്യത്യാസം വരുത്തണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനകത്ത് R1ഉം R3യും കൊടുക്കണം. അതായത് 1ഉം
മൈനസ് 1/5. ഓക്കെ, നമുക്ക് R1 സ്ഥാനത്ത് 1 കൊടുക്കുന്നു. അപ്പോൾ 1 പ്ലസ് 4 ഇൻറ്റു R3 എന്ന് പറയുന്നത് മൈനസ് 1/5. അപ്പോൾ 1 മൈനസ് 4/5, ആൻസർ ഈസ് 5 മൈനസ് 4/5 എന്ന് പറഞ്ഞാൽ ആൻസർ 1/5 എന്ന് ഉത്തരമാകും. 1/5. ദെൻ അടുത്ത എലമെന്റ് കിട്ടണം. അടുത്ത എലമെന്റ് കിട്ടണമെങ്കിൽ ഈ രണ്ട് എലമെന്റ് കൊടുക്കണം അല്ലേ? R1 -2 കൊടുക്കണം. അപ്പോൾ -2 പ്ലസ് 4 ഇൻറ്റു R3 that is 1/3. അപ്പോൾ ആൻസർ -2 പ്ലസ് 4/3 that is -6 പ്ലസ് 4/3. ആൻസർ ഈസ് -2/3. അപ്പോൾ ഈ എലമെന്റ് -2/3 എന്ന് വരും. ഓക്കെ, നമുക്ക് അടുത്ത എലമെന്റ് കണ്ടുപിടിക്കാം. അടുത്ത എലമെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് R1 R3. R1 0 എടുത്തു. ഓക്കെ, 0. ദെൻ 4 ഇൻറ്റു R3. R3 എന്ന് പറയുന്നത് 2/15. അപ്പോൾ ഇത് 8/15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 8/15 ഇസ് ദ ആൻസർ. അപ്പോൾ ഫസ്റ്റ് റോ നമുക്ക് കിട്ടിയില്ല. ഇനി സെക്കൻഡ് റോ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ വരുന്നു R2 ആൻഡ് R3. ഇത് രണ്ട് എലമെന്റ്സ് ആണ് കൊടുക്കാനായിട്ട് പോകുന്നത്. R2ന്റെ സ്ഥാനത്ത് -1/5. അപ്പോൾ -1/5 പ്ലസ് -7/2 ഇൻറ്റു R3 അല്ലേ? R2 is -1/2 and -1/2 plus -7/2 into R3 is -1/5. അപ്പോൾ ഇത് -1/2 and minus is +7/10. അപ്പോൾ ഇത് 10 ആവാനായിട്ട് മോഡിഫൈ ചെയ്താൽ -5 + 7 that is 2/10. ആൻസർ ഈസ് 1/5 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് 1/5. ഇനി രണ്ടാമത്തെ എലമെന്റ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടുത്തെ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? R2 R3. അപ്പോൾ ഇതിന് തൊട്ട് പുറകിലെ മെട്രിക്സിന്റെ R2 R3 എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R2ന്റെ സ്ഥാനത്ത് 3/2 കൊടുക്കണം. അപ്പോൾ 3/2 then പ്ലസ് -7/2 ഇൻറ്റു R3. R3 is 1/3. അപ്പോൾ ഇത് 3/2 -7/6 എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് 6 ആവാൻ 3 കൊണ്ട് മേലിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ 9 - 7. 9 - 7 is 2/6. കട്ട് ചെയ്യുമ്പോൾ ആൻസർ 1/3 എന്ന് വരും. അപ്പോൾ ഇത് 1/3. ദെൻ ലാസ്റ്റ് ഈ എലമെന്റ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഇതിന് പുറകിലെ ഈ R2 and R3. R2 is 0. അപ്പോൾ 0 കൊടുക്കുന്നു. 0 പ്ലസ് -7/2 ഇൻറ്റു R3. R3 is 2/15. 2 ക്യാൻസൽ ആയി പോകുമ്പോൾ ആൻസർ -7/15. ആൻസർ ഈസ് -7 ഡിവൈഡഡ് ബൈ 15 എന്ന ഉത്തരം കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് വന്നു. അപ്പോൾ ഇത് I ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് A ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് ഇൻറ്റു A. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/5 -2/3 8/15 then 1/5 1/3 and -7/15. Third row is -1/5 1/3 and 2/15 is the answer. അപ്പോൾ A ഇൻവേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ നമ്മൾ സോൾവ് ചെയ്തു. ഓർഡർ 2 ആയിട്ടുള്ള മെട്രിക്സും ഓർഡർ 3 ആയിട്ടുള്ള മെട്രിക്സും നമ്മൾ റോ എലിമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് A ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഓർഡർ 2 ആയിട്ടുള്ളതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർഡർ 3 വളരെ അപൂർവമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ ചോദിക്കാതിരിക്കത്തില്ല. ഇത് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഈ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ 2-3 ആവർത്തി ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറ്റ് വിഷമമുള്ള പാഠഭാഗങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.